നമസ്കാരം. 1975 ബറബാസ് എന്ന നാടകം കളിക്കുന്ന സമയം, അത് അന്ത്യാണെന്നോ പറയുന്ന ഒരു സ്ഥലത്താണ് ആ നാടകം കളിക്കുന്നത്. അന്ന് അതിൽ പ്രഗത്ഭരായ അനേകം നടീനടന്മാർ അഭിനയിച്ചിരുന്നു. കോട്ടയം ജോയി എന്ന വ്യക്തിയായിരുന്നു ബറബാസിന്റെ വേഷം ചെയ്തിരുന്നത്. കോട്ടയം ജോയി എന്ന് പറഞ്ഞിരുന്ന ഒരു 6-6 പൊക്കം, അതിനടുത്ത തടിയും, പിന്നെ ശബ്ദമാണ് ഭയങ്കരമായ ഒരു ശബ്ദം, പിന്നെ മുടി ഇങ്ങനെ പിടിച്ച് പിരിഞ്ഞ് കിടക്കുന്ന ഒരു മുടിയും ഇതിൻ്റെയൊക്കെ ഉടമയായിരുന്നു. ഇദ്ദേഹം നമ്മുടെ ചങ്ങനാശ്ശേരി വെരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ CFSC, കേരള ഗവൺമെന്റ് CFSC എന്ന സ്ഥാപനത്തിലെ ഫോർമാനും കൂടിയായിരുന്നു. നാടകത്തിന് വരുന്നു, നാടകം കളിക്കുന്നു, തിരിച്ച് ഫാക്ടറിയിലേക്ക് പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു. പിന്നെ ഉറക്കം എപ്പോഴേ എന്ന് ചോദിച്ചിരുന്നാൽ, ജോലി ചെയ്യുന്നതിനിടയിൽ ഉറങ്ങാനും ഉറങ്ങുന്നതിനിടെ ജോലി ചെയ്യാനുമുള്ള പ്രത്യേക കഴിവിന്റെ ഉടമയായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് അതിന്റെ ഡയറക്ടറായ ജോസ് സാർ എന്ന് പറഞ്ഞാൽ മാളവീയ തിയേറ്റേഴ്സിന്റെ ഉടമ TK ജോണിന്റെ അളിയനായിരുന്നു, സഹോദരിയുടെ ഭർത്താവായിരുന്നു ഈ ജോസ് സാറ്. പുള്ളി നാടകത്തിന് പോകുന്നതിന് യാതൊരു എതിർപ്പുമില്ല. നാടകത്തിന് പോയിട്ട് എങ്ങനെയാണേലും അവിടുത്തെ വർക്കുകൾ തീർക്കുമെന്നുള്ള നല്ലൊരു കോൺഫിഡൻസ് ജോസ് സാറിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു എതിർപ്പുകളും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാടകം കളിക്കുന്ന സമയത്ത് അന്ത്യാളം എന്ന സ്ഥലത്തായിരുന്നു എന്ന് തോന്നുന്നു. പുള്ളിക്ക് ഭക്ഷണം നല്ലപോലെ വേണം. നാടകത്തിന് മുൻപ് നല്ലപോലെ ഭക്ഷണം കഴിക്കും. 2-3 മണിക്കൂർ ഈ സ്റ്റേജിൽ കിടന്ന് ചവിട്ടി ബഹളമുണ്ടാക്കി അലറി നാടകം കളിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു ഭയങ്കരമായ വിശപ്പും പരവേശവും ഒക്കെയാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് ധാരാളം ചായക്കടകൾ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിരുന്നു. അവിടെ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. അപ്പവും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും മുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലതുപോലെ വയറ് നിറച്ച് കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ നാടകം തുടങ്ങിയത്. നാടകം 2-3 മണിക്കൂർ കഴിഞ്ഞ് നാടകം അവസാനിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഭയങ്കരമായ ആൾക്കൂട്ടമായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പറഞ്ഞ് ഈ കടകളിലെ സാധനങ്ങളെല്ലാം അങ്ങ് തീർത്തു. ഇഷ്ടംപോലെ കച്ചവടം നടന്നു. സാധനങ്ങൾ തീർത്തിട്ട് ചായക്കടക്കാർ വല്ലതും അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരതെല്ലാം ക്ലോസ് ചെയ്തു പോയി. ഇദ്ദേഹം ഇറങ്ങിയപ്പോൾ ഒരു കടയിലും ഒന്നുമില്ല. കടകളെല്ലാം അടച്ചു കിടക്കുന്നു. എന്റെ ദൈവമേ, എന്താ ചെയ്യേണ്ടത്? അവിടുന്ന് ഞാൻ കൂടെ മിക്കവാറും ഞങ്ങൾ തമ്മിലായിരുന്നു കൂടുതൽ കമ്പനി. ഞങ്ങൾ വളരെ സുഹൃത്തുക്കളുമായിരുന്നു. എന്ത് കാര്യം തുറന്നു പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങോട്ടും തുറന്നു പറയാമായിരുന്നു. അതിന് ഉള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന പ്രത്യേക ഒരു ടൈപ്പ് മനുഷ്യനും കൂടായിരുന്നു അദ്ദേഹം. അവിടുന്ന് ഓടി, എങ്ങനെ വാ, ഞാൻ പറഞ്ഞു വാ നമുക്ക് നോക്കാം. പിന്നെ ഏക ആശ്രയം താഴെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നിടത്തൊരു ചാരായക്കട, പട്ടക്കട ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെയല്ല. അവിടേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്നുമില്ലേ ചേട്ടാ? പുള്ളി ചോദിച്ചു. ഉണ്ടല്ലോ, ചാരായമുണ്ട്, പക്ഷെ കഴിക്കാനോ ഒന്നുമില്ല. അയ്യോ, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് 2 ലോക്കൽ ബിസ്ക്കറ്റ് 2-3 പാക്കറ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് അതിങ്ങെടുക്കാൻ പറഞ്ഞു. അതെടുത്തു, അത് കൊടുത്തു, അത് പൊട്ടിച്ചു. ഇനി ഇതിൻ്റെ കൂടെ വേറെ ഒന്നുമില്ലേ? എന്റെ സഹോദരൻ, ഇനി ഇവിടെ ഉണ്ടെന്ന് പറയാൻ ചാരായമല്ല, വേറെ ഒന്നുമില്ല. പിന്നെ തേണ്ട ഒരു ഭരണി എടുത്ത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് കുറെ മുളക് പൊടി ഇരിപ്പുണ്ട്. അത് ഈ മുട്ടയൊക്കെ കഴിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ മുളക് പൊടി അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞു. അത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് തരാൻ പറഞ്ഞു പുള്ളി. ഈ മുളക് പൊടി ഒരു പാത്രത്തിലിട്ട് കൊടുത്തു. ആ ബിസ്ക്കറ്റ് ഒടിച്ച് മുളക് പൊടി നോക്കി പുള്ളി അങ്ങോട്ട് തിന്നു. അതെല്ലാം കൂടെ തിന്നു കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോകുന്നു. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാനാ? കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് വയറ്റിൽ കിടന്ന് ആന്താന്ന് തുടങ്ങി. പരവേശമായി. ഈ മുളക് പൊടിയെല്ലാം വെറും വയറ്റിലോട്ടൊക്കെ ചെന്നിരിക്കുകയല്ലേ. ഭയങ്കരമായ കത്തര. ആകപ്പാടെ യോച്ചായും വെപ്രാളപ്പെട്ടു. വേഗം സെറ്റ് കേട്ടിട്ടേ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം, എവിടോട്ടേലും പോകണം. സെറ്റ് വർക്കുകാരോട് പറഞ്ഞു. എല്ലാവരും കൂടെ കൂടി സെറ്റ് പെട്ടെന്ന് വലിച്ചു പറിച്ച് കയറ്റി വണ്ടി വിട്ട് പോയി. പോകുന്നതിനിടയ്ക്ക് 2 സൈഡിലേക്കും എല്ലാവരും നോക്കുന്നുണ്ട് ഏതെങ്കിലും കടകൾ തുറന്നിരിപ്പുണ്ടോ ഇല്ലെന്ന്. ഒരു വെളിച്ചം കാണുന്നിടത്ത് നിർത്തും, അത് നോക്കും. അതെല്ലാം ഒന്നുമില്ല, ഒരു കടകളുമില്ല. സമയം ഒരുപാടായി, 2-3 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഓടി കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കടയുടെ ഏതാണ്ട് ഒരു തട്ടി അടയ്ക്കാനിരിക്കുന്നു. നോക്കിയപ്പോൾ അതൊരു പലചരക്കടയായിരുന്നു. ഓടി അങ്ങോട്ടിറങ്ങി അവിടേക്ക് ചെന്നു. ചേട്ടാ, എന്തെങ്കിലും ഉണ്ടോ? ബ്രെഡോ ബണ്ണോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അയ്യോ, ഒന്നുമില്ല, കഴിക്കാനുള്ളത് ഒരു ഐറ്റവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. പുള്ളി ഉടനെ ചോദിച്ചു, തേങ്ങാപ്പിണ്ണാക്കുണ്ടോ? അയാള് അദ്ദേഹത്തെ ചോദിച്ചാലും ഒന്ന് നോക്കിയിട്ട്
തേങ്ങാപ്പിണ്ണാക്കുണ്ട്. വെളിച്ചെണ്ണയും തേങ്ങാപ്പിണ്ണാക്കും എന്ന് പറയുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് ആട്ടിച്ചെടുക്കുന്നതാണ്. ഇത് ഇന്ന് ആട്ടി കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പിണ്ണാക്കാണെന്ന് പറഞ്ഞു. ഒരു വലിയൊരു കഷ്ണം എടുത്ത് ചോദിച്ചാൻ്റെ കൊടുത്തു. പുള്ളി അത് കടിച്ചും മണത്തും നോക്കിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. അതേ 2 കിലോ എടുത്തോളാൻ പറഞ്ഞു. 2 കിലോ അതെടുത്തു. അത് കഴിഞ്ഞാണ്ട് 1 കിലോ ശർക്കരയും കൊണ്ട് എടുക്കാൻ പറഞ്ഞു. ശർക്കരയും കൊണ്ട് എടുത്ത് കൊടുത്തു. അതുമായിട്ട് പാവം ഓടിച്ചെന്ന് ബസ്സിനകത്ത് കയറി ഒരു കുപ്പി വെള്ളവുമായിട്ട് ആ ബാക്ക് സീറ്റിലോട്ട് പുള്ളി അങ്ങോട്ട് പോയി. പിന്നെ കുറേ സമയത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അവിടെ നടന്നു. വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്ക് ചങ്ങനാശ്ശേരി സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു അടയ്ക്കാത്ത ചായക്കടയുണ്ട്. കാരണം ഹൈറേഞ്ചിലേക്ക് പോകുന്ന ആൾക്കാർക്ക് അവിടെയാണ് ബസ് ഇടുന്നത്. ആ ബസ്സിൽ കയറാൻ വരുന്നവരൊക്കെ രാത്രി തന്നെ അവിടെ വരുന്നതായിരുന്നു. ആ ചായക്കടയിലോട്ട് പുള്ളി ഓടിക്കേറി അവിടെ ചെന്നിരുന്നു. ഞങ്ങളും പുറകെ ഓടിച്ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറേ അപ്പങ്ങളും മുട്ടകളും എല്ലാം എടുത്തു സമാധാനമായിട്ട് തിന്നുമായിരുന്നു. എൻ്റെ ജോയി, എനിക്കിപ്പോഴാ സമാധാനമായത്. ഇനി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ചായ കുടിച്ച് നിങ്ങളൊക്കെ പോവുകയല്ലേ, ഞാൻ ഫാക്ടറിയിലൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞു. അവിടുന്ന് ഇങ്ങനെ ഇരുന്നു. പുള്ളിക്ക് അന്നേരം ആ ഒരു ആശ്വാസമായത്. എന്തോ ചെയ്യാൻ പാവം. അതാണ് കോട്ടയം ജോയി എന്ന് പറയുന്ന ആ മഹാനടൻ. നമസ്കാരം.